കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി നേരം വെളുത്ത് കുറെ സമയമായിട്ടും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നല്ല. ആ സമയത്താണ് നന്ദ എന്ത് ചെയ്യുക, ഒരു കണ്ണാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കണ്ണാടിയുടെ വെട്ടം നന്ദയുടെ മുഖത്തേക്ക് അങ്ങോട്ട് തെളിക്കുവാണ്. പെട്ടെന്ന് പിങ്കി കണ്ണു തുറന്നു. പിങ്കി കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ തന്നെ പിങ്കി നോയി കഴിഞ്ഞപ്പോ തന്റെ മുഖത്തേക്ക് നന്ദ ഇങ്ങനെ വെട്ടം പതിച്ചോണ്ടിരിക്കുന്ന കണ്ടേ പിങ്കി ചാടി എഴുന്നേക്കുവാണ്. നന്ദ, നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കണമെന്ന് നിൽക്കും. പിങ്കി ഇത് കൊണ്ട് നേരം വെളുത്തിട്ട് കുറെ സമയം. അത് മാത്രല്ല ദേ ഈ സൂര്യപ്രകാശം മുഖത്തടിപ്പിക്കുന്നല്ല, ഞാൻ പുസ്തകത്തിനകത്ത് വായിച്ചാന്ന് പറയണം. ഇത് കേട്ടതും പിങ്കിക്ക് ദേഷ്യം വന്നു. ഉറങ്ങുന്ന സമയത്താണ് നന്ദേ നിന്റെ ഈ കോപ്രായങ്ങളെന്ന് ചോദിക്കുക. അയ്യോ, കോപ്രായമല്ല, ഇത് ഞാൻ പുസ്തകത്തിനകത്ത് വായിച്ച കാര്യം, അതുകൊണ്ടാന്ന് പറയും. അവളും ഉണ്ട്, അവളുടെ ഒരു പുസ്തകമുണ്ട്, കുറെ ദിവസമായെന്ന് പറയണം. അതെ, ഇങ്ങനെ കിടന്നുറങ്ങല്ലേ, ഗർഭിണികളൊക്കെ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് പറയണം. അല്ലെ, അത് കുഞ്ഞിന് കേടാ. അത് മാത്രല്ല, എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടണമെങ്കിൽ ഗർഭിണികൾ എഴുന്നേറ്റ് രാവിലെയൊക്കെ എഴുന്നേറ്റാണ് കുറച്ച് സമയം നടക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, കൂടുതൽ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയാം. അതെ, പിങ്കിക്കൊന്നും അറിയത്തില്ല. പിങ്കിക്കാനും ഇതിനു മുമ്പ് പ്രസവിച്ച ശീലമൊന്നും ഇല്ല, അതുകൊണ്ടല്ലേന്ന് ചോദിക്കണം. ഓ, അവളും വന്നിരിക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ ദേഷ്യപ്പെട്ട് പിങ്കി അങ്ങോട്ട് എഴുന്നേറ്റ് പോണം. അപ്പത്തേനും അങ്ങോട്ട് ഗിരിജ വന്നു. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കും. ദേ, ഇവളെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടാവോ, മനുഷ്യന് സമാധാനം കിട്ടാനെന്ന് പറയും. അപ്പൊ നന്ദയുടെ അടുത്തേക്കുന്നു. അല്ല, എന്താ കാര്യം ചോദിക്കണം. അതെ, ഗിരിജാന്റി എന്നാലും പിങ്കിനെ നോക്കാനായിട്ട് വന്നല്ലേ. ഗിരിജാന്റി 3 പ്രസവിച്ചാന്നല്ലേ പറയണേ. ഗിരിജാന്റിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് നിൽക്കും. എന്താ, അല്ല ഇത്ര സമയം പിങ്കിക്ക് കിടന്ന് ഉറങ്ങാൻ കൊള്ളുവോ? പിങ്കി നേരത്തെ കാലത്ത് എഴുന്നേക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ പിങ്കിക്ക് എന്തോ ശരീരത്തിനൊക്കെ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ. പിന്നെ ഗർഭിണികൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവിക എന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗിരിജ പറഞ്ഞതേ, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്തിനും ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കും. നന്ദയോട് ദേഷ്യപ്പെടുക. നന്ദ പറഞ്ഞു, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ, എന്റെ കുഞ്ഞല്ലേ വയറ്റ് വളർന്നേ, അപ്പൊ ഞാൻ എന്റെ പൊന്നു പോലെ നോക്കണ്ടേ, എന്റെ വയറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അവനെ നോക്കണ്ടേന്ന് ചോദിക്കണം. ഇത് കിടന്ന് ഗിരിജയുടെ മിണ്ടാട്ടം അങ്ങോട്ട് മുട്ടിപ്പോയി. നന്ദ അങ്ങോട്ട് പോവാണ്. നന്ദ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് പവിത്ര അങ്ങോട്ട് വരുന്നേ. നന്ദേച്ചി, ഒരു കാര്യം ഞാൻ പറയാട്ടോ, ദേ ഈ പിങ്കി ചേച്ചി ആളിപ്പോ അത്ര ശരിയല്ലെന്ന് പറയണം. ഇത് കേട്ട് നന്ദ, നീ എന്താ അങ്ങനെയൊക്കെ പറയണേ? അല്ല, പിങ്കി ചേച്ചിക്കാണെങ്കിൽ എപ്പൊ നോക്കിയാലും ഇപ്പൊ ദേ ഗൗതമേട്ടന്റെ അടുത്ത് നിൽക്കാനും സമയമുള്ളെന്ന് പറയണം. അല്ലെ, ഗൗതമേട്ടനെയും നന്ദേച്ചിനും കുഞ്ഞിലെ പിങ്കി ചേച്ചിയുടെ വയറ്റുകളെ എന്നും പറഞ്ഞോണ്ട് ഗൗതമേട്ടനോട് ഇത്ര അടുപ്പം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ പറയാനുള്ള പറഞ്ഞു കേട്ടോ, അല്ല ഞാൻ എന്ത് പറഞ്ഞാലും അത് അവസാനം കുറ്റപ്പെടുത്തലായിട്ട് വരത്തുള്ളൂ എന്ന് പറയാ. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല പവിത്രേ, കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റി വളരുന്നേ, അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹവും കരുതലും എനിക്ക് എന്നെപ്പോലെ തന്നെ ഗൗതമേണ്ട എപ്പോഴും ഉണ്ട്, അതുകൊണ്ടാന്ന് പറയണേ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടതല്ലേ പറഞ്ഞേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളെന്നും പറഞ്ഞിട്ട് പവിത്ര ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ലക്ഷ്മി അങ്ങോട്ട് വന്നു. അല്ല, മോളിന്ന് അങ്ങോട്ട് ഈ കണ്ണാടിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ എന്റെ ലക്ഷ്മിയമ്മേ? അതെ, ഗിരിജാന്റി ഇവിടെ നോക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേന്ന് ചോദിക്കണം. അല്ല, പിങ്കി മോൾക്ക് വല്ല കഴിക്കാൻ കൊടുത്തെന്ന് ചോദിക്കാം. എനിക്ക് കൊടുത്തില്ല, കഴിക്കാൻ കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ പിങ്കിക്കുള്ള ഫുഡായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഗിരിജ വന്നു. ഗിരിജ വന്നിട്ട് ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. ഇത് കേട്ടതും നന്ദ പറഞ്ഞതേ, ഒരു പക്ഷെ ഗിരിജാന്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിങ്കി വേണ്ടാന്ന് പറയുള്ളൂ എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണ, ഞാൻ കൊടുത്താളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോവാണ്. ഈ സമയം നന്ദ മുറിയിലേക്ക് വരുമ്പോ ഗൗതം ഓഫീസിലേക്ക് പോയിട്ട് റെഡിയാവുമായിരുന്നു. അപ്പൊ നന്ദ ചോദിച്ചു, ഇന്നെന്താ നേരത്തെ പോണം? അതെ, കുറച്ച് അർജന്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിക്കുമ്പോ ദേ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണെന്ന് പറയാം. അത് പിന്നെ പ്രത്യേകിച്ച് ഗൗതം സാർ പറയേണ്ട കാര്യമില്ലോ എന്ന് പറയാം. എനിക്ക് ആ പാടൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഒറ്റബുദ്ധിക്കാരി അവള്. ഇനിയിപ്പോ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യവും സങ്കടം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാനായിട്ട് അവള് മടിക്കത്തില്ലെന്ന് പറയണം. നന്ദ പറഞ്ഞു, ആ കാര്യം ഓർത്ത് ഗൗതം സാറ് പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതെ, ഗൗതം സാറ് ഇനിയിപ്പൊ അടുത്തേക്ക് ചെല്ലണമെന്നും അങ്ങനെ അവൾക്ക് വാരി കൊടുക്കുന്നൊക്കെ അവളുടെ മനസ്സിൽ ആഗ്രഹം കാണും. ഇന്നലെ തന്നെ ആ കാര്യങ്ങളൊക്കെ കണ്ടല്ലേ. പക്ഷേങ്കില് അതെ, ആ കാര്യം ഓർത്ത് ഗൗതം സാറിന് ടെൻഷൻ അടിക്കണ്ട. ഗൗതം സാറിന് ഇവിടെ ഇരുന്നാലല്ലേ പ്രശ്നമുള്ളൂ. രാവിലെ എന്നെ ഓഫീസിലേക്ക് വെക്കോ, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാ. ഇനി ഇവിടെ ഗൗതം സാറിനെ കണ്ടാൽ മാത്രം അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാ. പോരാത്തന് ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ വന്നിട്ടുണ്ടല്ലോ, അത് പിങ്കിനെ നോക്കാൻ വന്നാന്നും എനിക്ക് തോന്നില്ലെന്ന് പറയണം. അവരുടെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവരിവിടെ ഇല്ലായിരുന്നെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് ഞാൻ നോക്കിയാരെന്ന് പറയാ. ഇത് കേട്ടത് ഗൗതം പറഞ്ഞു, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നും ഇല്ല.
അവര് നിന്നിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ്. പിന്നീട് ഗൗതം അങ്ങോട്ട് പോവാ. ഈ സമയം പിങ്കി ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ പറഞ്ഞു, മോളെന്താ ഫുഡ് കഴിക്കാന്ന് ചോദിക്കുക. എനിക്ക് വിശപ്പില്ല ചീറ്റയെന്ന് പറയാ. അതെ, വിശപ്പില്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല, കഴിച്ചാന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. മോളുടെ മനസ്സിലെ വിഷമം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അന്ന് നന്ദയല്ലേ പ്രശ്നം. നന്ദ കാരണം നിനക്ക് ഗൗതമിനോടൊന്ന് അടുക്കാൻ പോലും കഴിയുന്നില്ലല്ലേ. സാരമില്ല മോളെ, അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നന്ദി ഇടിച്ചു കയറി വരുന്ന കണ്ടോ. ഞാനും ഗൗതവും തമ്മിൽ എങ്ങനെയൊന്ന് അടുക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേന് അതിന്റെ അടുക്കിലേക്ക് അവള് വരുമോന്ന് പറയാണ്. അതാണോ കാര്യം? നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ സേവനം അങ്ങോട്ട് വേണ്ടാന്ന് പറയാം. അവളെ പറഞ്ഞു വിടാം, കാരണം അവൾക്ക് ജോലിയുള്ളല്ലേ, അവളോട് ജോലിക്ക് പോയിക്കോളാൻ പറയാന്ന് പറയാ. ഇത് കേട്ടതിന് പിങ്കി പറഞ്ഞു, അതിന് അവള് പോകും തോന്നുന്നുണ്ടോ? അവള് ലീവ് എടുത്ത് ഇവിടെ എന്നെ നോക്കാനെന്നും പറഞ്ഞിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ പിങ്കിനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുകയാണ് ഒരു വിധത്തില്. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞപ്പോ നന്ദ പിങ്കിയുടെ മുറിയിലേക്ക് വരുക. മാമ്പഴ ജ്യൂസൊക്കെ ആയിട്ടാ വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിങ്കിയോട്, പിങ്കി ഈ ജ്യൂസ് കുടിക്കാൻ പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയണം. അതെന്താ? എനിക്ക് വേണ്ട അത്ര തന്നെയെന്ന് പറയണം. ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു, അല്ല പിങ്കി മോൾക്ക് ഇപ്പൊ മാമ്പഴ ജ്യൂസ് വേണം നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, ഇടയ്ക്കിടയ്ക്കും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കണം എന്ന് പറയണം. ഗർഭിണിയല്ലേ, ധാരാളം വെള്ളം കുടിക്കണം, അതോടൊപ്പം തന്നെ ഇങ്ങനെ പോഷകാഹാരങ്ങളും കഴിക്കണമെന്ന് പറയണം. ഓ, വലിയ പോഷകം കൊണ്ട് വന്നിരിക്കുന്നു, എന്ത് വേണമെന്നുള്ള ഞാൻ നോക്കിക്കോളാം, എനിക്ക് എടുത്തു കൊടുക്കാനൊക്കെ അറിയാന്ന് പറയണം. പിങ്കി, നിന്നോട് പറയുന്ന അനുസരിച്ച് നീ ഇത് കുടിക്കാൻ പറയണം. നിന്നോടല്ലേ പറഞ്ഞ് വേണ്ടാന്ന്, പിന്നെ നീ എന്തിനാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണമെന്ന് ചോദിക്കും. നന്ദിക്കുന്ന ദേഷ്യം വന്നു. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നന്ദി എന്ത് ചെയ്യണം, അങ്ങ് ചെന്നിട്ട് പിങ്കിയുടെ വായിലേക്ക് ജ്യൂസ് ഗ്ലാസ് അങ്ങ് വെക്കുവാണ്. കുടിക്കാനും പറഞ്ഞോണ്ട് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുടിച്ചിട്ടാ നീ അങ്ങോട്ട് പോയാൽ എന്ന് പറഞ്ഞ് നന്ദ ബലമായിട്ട് പിങ്കിനെ കൊണ്ട് അങ്ങോട്ട് കുടിപ്പിക്കുകയാണ്. ഇത് കണ്ടതും ഗിരിജ പറഞ്ഞു, നീ എന്തൊക്കെയാ നന്ദ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്താ കാണിക്കുന്ന മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് തന്നെ ഒരു മാർഗമുള്ളൂ. കണ്ടോ, ഇതേ കുടിക്കാതെയും കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലേ എന്റെ കുഞ്ഞിനെ കേട അറിയാലോ. സരോഗസി ചെയ്യാൻ തയ്യാറായിട്ട് നീ ഇങ്ങോട്ട് വന്നാ പിങ്കി, അല്ലാതെ നിന്റെ അടുത്തേക്ക് ഞങ്ങൾ കെഞ്ചിക്കരഞ്ഞുകൊണ്ട് വന്നിട്ടൊന്നുമില്ല, അറിയാലോ. ഇപ്പൊ ഗീത് വരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെങ്കിൽ നീ മനഃപൂർവ്വം ചെയ്ത കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രം. ആ കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട എന്റെ കടമയാ, ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ലേ, അപ്പൊ എനിക്കറിയാലോ എന്ന് പറയാ. ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു, അതിന് നീ അമ്മയൊന്നും അല്ലോ, പിങ്കിയുടെ വയറ്റല്ലേ കുഞ്ഞെന്ന് ചോദിക്കും. പിങ്കിയുടെ വയറ്റിൽ കുഞ്ഞാണെങ്കിലും അത് എന്റെ കുഞ്ഞാണ്, എന്റെ ഗൗതം സാറിന്റെ കുഞ്ഞാണ്. പിങ്കിയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് മാത്രം അതൊരിക്കലും പിങ്കിയുടെ കുഞ്ഞാവുന്നില്ലെന്ന് പറയണം. ഇത്രയും പറഞ്ഞ് നന്ദി അങ്ങോട്ട് പോകുമ്പോഴത്തേനും പിങ്കിക്ക് ആ പട കട്ട കലിപ്പായിപ്പോയി. ഗിരിജ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, ഇതിനുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയണം. പിന്നീട് അരുന്ധതി ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിങ്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കുറെ ഒരു 8 മാസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ എന്നാൽ ഇന്ത്യവരത്തിലേക്ക് ഒരു പുതിയ അവകാശം കൂടെ വരും. അപ്പൊ അത്രയും നാള് പിങ്കിമോൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി, നീയും കൂടെ വേണം കാര്യങ്ങളൊക്കെ. കാരണം പിങ്കിമോളുടെ കാര്യത്തിൽ ചിലപ്പോൾ നന്ദമുഖ അത്ര വശം കാണത്തില്ല, കാരണം അവൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, നീയും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണമെന്ന് പറയാം. ആ ഗിരിജ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരെന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് ഗിരിജ ഇറങ്ങി വരുന്നത്. അല്ല, എന്താ രണ്ടുപേരും കൂടെ ഒരു ആലോചന നിൽക്കും. ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് ഗിരിജ വന്നിട്ടുണ്ട്, അതെ പിങ്കിമോളെ ഞാൻ കുറച്ചു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയാലെന്ന് ആലോചിക്കുക. എങ്ങോട്ട്? അല്ല, അങ്ങോട്ട് വീട്ടിലേക്ക്, അവളുടെ വീട്ടിലേക്ക്. അതെന്തിനു പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? അല്ല, അവിടെ ചെല്ലുവാണെങ്കിൽ പിങ്കിമോളുടെ മനസ്സിന് ആശ്വാസം ആകുമല്ലോ, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലേന്ന് ചോദിക്കും. ഓ, അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നില്ല, എന്നാലും പിങ്കിമോൾ ഇവിടെ നിന്നാ മതി എന്ന് പറയാം. അത് മാത്രല്ല ഗൗതമോനും നന്ദമോളും ഇതിനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് ലക്ഷ്മി പറയാണ്. ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടെ, നന്ദ ശ്രദ്ധിക്കുന്നുണ്ട് പിങ്കിമോളുടെ കാര്യമൊക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഗൗതമിന് ഒരു ശ്രദ്ധയില്ല. ഗൗതമിനെ നന്ദയുടെ കൂടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റ് വരുന്നേ, അപ്പൊ ഗൗതമൻ പിങ്കിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോ എന്താ അവിടെ സംഭവിച്ചേ? അല്ല, ഗൗതത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം അത് സാധിച്ചു കൊടുക്കുന്ന പോലുമില്ല. പിങ്കിയുടെ മനസ്സ് നല്ല വേദനയും വിഷമം ഉണ്ടാകുന്നുണ്ട്. പിങ്കി ഒരു അന്യയെപ്പോലെ എപ്പോഴും ഗൗതം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒന്നുമല്ലേലും ഗൗതത്തിന്റെ കുഞ്ഞിനെ വയറ്റ് ചുമന്നുകൊണ്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് നന്ദി അങ്ങോട്ട് വന്നു. നന്ദയുടെ മതുക്കെ മാറി നിൽക്കുക. ഇവരടുത്ത് എന്തോ ഒരു ഉദ്ദേശമായിട്ട് വന്നിരിക്കുക. കാരണം വല്യമ്മേനെ അമ്മേനെ സോപ്പിടാനായിട്ട് എന്തോ ഒരു മാർഗമാണ്. പിന്നീട് പറഞ്ഞു, അല്ല ഗൗതത്തിന്റെ കുഞ്ഞുകൂടെ അവളുടെ വയറ്റ് വളരുന്ന സമയത്ത് ഗൗതത്തിന് ഇച്ചിരൂടെ അവളോട് താല്പര്യം കാണിച്ചാൽ എന്താ കുഴപ്പം? അവൾ ഇച്ചിരൂടെ കെയർ ചെയ്താൽ എന്താ കുഴപ്പം? നന്ദയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളൂ, ഗൗതത്തിന് ആ ഉത്തരവാദിത്തം ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അരുന്ധതി പറഞ്ഞു, അല്ല അത് പിന്നെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിങ്കിമോളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കും, അറിയാലോ. കുഞ്ഞ് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് കിട്ടണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒരേപോലെ
കുഞ്ഞിന് കിട്ടണം. അപ്പൊ അതുപോലെ തന്നെ നന്ദയെപ്പോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട് ഗൗതത്തിനും. അപ്പൊ രണ്ടുപേരും ഒരേപോലെ തന്നെ കുഞ്ഞിനെ ശുശ്രൂഷിക്കണം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാറി നന്ദയ്ക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്താന്ന്. കാരണം പിങ്കിനെയും ഗൗതത്തെയും തമ്മിൽ ഒന്നുകൂടെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ട ഗൗതമ സാർ അടുക്കുന്നില്ലാതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത നമ്പറുമായിട്ട് ഇവിടെ വന്നിരിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇവർക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് നന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് പ്രമോ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.